യുദ്ധഭൂമിയിൽ അനവധി വീരന്മാർ വീണു. പക്ഷെ ചിലരുടെ രക്തം ചരിത്രത്തിൽ എഴുത്തായി മാറി. ചിലരുടെ ത്യാഗം മറവിയുടെ മണ്ണിൽ മൂടപ്പെട്ടു. അഭിമന്യുവിന്റെ പേര് ലോകം പാടുമ്പോൾ അർജുനന്റെ മറ്റൊരു പുത്രന്റെ കരുണാഗാഥ ആരും ഓർക്കുന്നില്ല. പിതാവിന്റെ വിജയത്തിനായി സ്വന്തം ജീവൻ സമർപ്പിച്ച ആ മഹാവീരന്റെ പേര് ഇരാവാൻ. നാഗലോകത്തിന്റെ അത്ഭുത ശക്തിയും ക്ഷത്രിയ വീര്യവും ചേർന്ന ഒരു യുവയോദ്ധാവിന്റെ കഥയാണ് ഇന്ന് കഥാസരിത് സാഗരത്തിൽ നാം പ്രതിപാദിക്കുന്നത്. അർജുനൻ തന്റെ വനവാസകാലത്ത് ഗംഗാതീരത്തെത്തിയപ്പോൾ അവിടെ അദ്ദേഹത്തെ കണ്ട് മനം കവർന്ന നാഗരാജകുമാരി ഉലൂപി. ദിവ്യ സൗന്ദര്യവും മഹാശക്തിയും നിറഞ്ഞ ഉലൂപി അർജുനനെ നാഗലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ ദിവ്യ സംഗമത്തിൽ ജനിച്ച മകനായിരുന്നു ഇരാവാൻ. അർജുനന്റെ ധൈര്യവും ഉലൂപിയുടെ മായാശക്തിയും രണ്ടും ചേർന്ന അത്ഭുത ജന്മം. നാഗലോകത്തിലെ രഹസ്യ ഗുഹകളിൽ വളർന്ന ഇരാവാൻ സർപ്പരാജാക്കന്മാരുടെ അനുഗ്രഹത്താൽ അസ്ത്രവിദ്യയും മായായുദ്ധവും അഭ്യസിച്ചു. അവന്റെ കണ്ണുകളിൽ തീയും ഹൃദയത്തിൽ ധർമ്മവും നിറഞ്ഞിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുമ്പോൾ ധർമ്മത്തിനായി പോരാടുന്ന പാണ്ഡവരെ സഹായിക്കണമെന്ന് ഇരാവാൻ തീരുമാനിച്ചു. പിതാവിന്റെ യുദ്ധം എന്റെ കടമ. അങ്ങനെ ആയിരക്കണക്കിന് നാഗയോദ്ധാക്കളുമായി അവൻ യുദ്ധഭൂമിയിലെത്തി. അർജുനൻ അത്ഭുതത്തോടെ മകനെ നോക്കി. നീ ആരാണ്? പിതാവേ, ഞാൻ ഉലൂപിയുടെ മകൻ. നിങ്ങളുടെ രക്തം. ഇരാവാൻ. അർജുനന്റെ കണ്ണുകൾ നനഞ്ഞു. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇരാവാൻ കൗരവസേനയിൽ ഭീതിയുടെ നിഴൽ വിതറി. 6 ഗാന്ധാര രാജകുമാരന്മാരെ ഒറ്റ യുദ്ധത്തിൽ വീഴ്ത്തി. അവന്റെ വില്ലിൽ നിന്നുയർന്ന അമ്പുകൾ മിന്നലായി പതിച്ചു. മായായുദ്ധത്തിൽ അവൻ രൂപങ്ങൾ മാറ്റി ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കി. കൗരവപാളയത്തിൽ ഒരു വാക്കു മാത്രം കേട്ടു: ഇരാവാൻ വന്നിരിക്കുന്നു. ദുര്യോധനൻ ഭയന്നു. ഉടൻ തന്നെ അവൻ വിളിച്ചു വരുത്തി രാക്ഷസ വീരനായ അലംബുഷനെ. രാത്രി പോലെ ഇരുണ്ട ശരീരം, അഗ്നിയെപ്പോലെയുള്ള കണ്ണുകൾ. ഇരുവരും നേർക്കുനേർ നിന്നപ്പോൾ യുദ്ധഭൂമി വിറച്ചു. മായയ്ക്ക് മായ, ശക്തിക്ക് ശക്തി. അവസാനം കഠിന യുദ്ധത്തിൽ ഇരാവാൻ വീരമൃത്യു വരിച്ചു. ആകാശം പോലും ഒരു നിമിഷം മൗനമായി. പക്ഷെ ഇരാവാന്റെ കഥ അവിടെ അവസാനിക്കുന്നില്ല. തമിഴ്നാട്ടിലെ വിശ്വാസങ്ങളിൽ പറയപ്പെടുന്നത് പാണ്ഡവർ ജയിക്കണമെങ്കിൽ ഒരു നിർമ്മല വീരന്റെ ബലി വേണമെന്നാണ്. അതിനായി സ്വയം മുന്നോട്ട് വന്നത് ഇരാവാനായിരുന്നു. എന്റെ ജീവൻ ധർമ്മത്തിനായി. പക്ഷെ അവന്റെ അവസാന ആഗ്രഹം ഒന്നു മാത്രം: മരിക്കുന്നതിന് മുമ്പ് വിവാഹിതനാകണം. ആരും മുന്നോട്ട് വന്നില്ല. അപ്പോൾ കരുണാമൂർത്തിയായ ശ്രീകൃഷ്ണൻ മോഹിനി രൂപം ധരിച്ചു ഇരാവാനെ വിവാഹം ചെയ്തു. അടുത്ത ദിവസം ധർമ്മവിജയത്തിനായി ഇരാവാൻ തന്റെ ജീവൻ സമർപ്പിച്ചു. മരണത്തിന് ശേഷവും യുദ്ധം കണ്ട വീരനാണ് ഇരാവാൻ. ഇരാവാന്റെ മറ്റൊരാഗ്രഹം യുദ്ധത്തിന്റെ അന്ത്യം കാണണം എന്നതായിരുന്നു. അതുകൊണ്ട് അവന്റെ തല യുദ്ധഭൂമിയിൽ ഒരു തൂണിൽ സ്ഥാപിക്കപ്പെട്ടു. അവിടെ നിന്ന് അവൻ കണ്ടു അധർമ്മത്തിന്റെ പതനം, ധർമ്മത്തിന്റെ വിജയം. ഇന്നും ജീവിക്കുന്ന ഓർമ്മ. തമിഴ്നാട്ടിലെ കൂവാങ്കം ഉത്സവത്തിൽ ഇരാവാനെ ഇന്നും ആരാധിക്കുന്നു. ത്യാഗത്തിന്റെ ദേവനായി, സ്നേഹത്തിന്റെ പ്രതീകമായി, ധർമ്മത്തിനായി ജീവൻ നൽകിയ വീരനായി. ചരിത്രം ചിലരെ മാത്രം ഓർക്കും, പക്ഷേ ധർമ്മം ഒരിക്കലും മറക്കില്ല. അഭിമന്യുവിന്റെ വീരത്വം പോലെ ഇരാവാന്റെ ത്യാഗവും അമരമാണ്. അർജുനന്റെ ഈ നാഗപുത്രൻ ജീവിതം നഷ്ടപ്പെട്ടെങ്കിലും അർത്ഥങ്ങൾ ധാരാളം നേടി. ഇതുപോലെ മറന്നുപോയ മഹാഭാരത രഹസ്യ കഥകൾക്കായി കഥാസരിത് സാഗരം എന്ന നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കൂ. അടുത്ത കഥയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.